നമസ്കാരം. 2 ദിവസമായി നമ്മുടെ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അയ്യപ്പാഗോള സംഗമം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള സർക്കാരിനെ വിമർശിച്ചും അനുകൂലിച്ചും ഒരുപാട് ചർച്ചകളും സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലും ഒക്കെ ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം കേരള സർക്കാർ മുൻപോട്ട് വെച്ചിട്ടുള്ള ന്യായീകരണങ്ങളെ കുറിച്ചിട്ടാണ്. ഈ അയ്യപ്പാഗോള സംഗമം നടത്തുന്നതിൻ്റെ ഭാഗമായി കേരള സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ന്യായീകരണങ്ങളെ കുറിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് സർക്കാരിനെ അനുകൂലിച്ചോ ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഒന്നുമല്ല പറയുന്നത്. സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ന്യായീകരണങ്ങൾ മാത്രമാണ്. അതിൽ ഒന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം ശബരിമലയെ ഒരു സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഹരിദ്വാർ, കാശി, കേദാർനാഥ്, രാമേശ്വരം പോലെയുള്ള ഒരു സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ വലിയ സാധ്യതകൾ ശബരിമലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അയ്യപ്പാഗോള സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് ശബരിമല തീർത്ഥാടകരുടെ, അയ്യപ്പ ഭക്തരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ശബരിമലയ്ക്ക് വരുന്ന ഭക്തരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, യാത്ര ആയിക്കോട്ടെ, താമസമായിക്കൊള്ളട്ടെ, അനുബന്ധ സൗകര്യങ്ങളായിക്കൊള്ളട്ടെ, എല്ലാം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് പറയുന്ന കാര്യം അയ്യപ്പൻ്റെ സന്ദേശമായിട്ടുള്ള തത്വമസി, സർവ്വജീവസമത്വം എന്ന് പറയുന്ന സന്ദേശം ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറയുന്നത്. ലോക സ്പിരിച്വൽ ടൂറിസം കേന്ദ്രങ്ങളുടെ ലിസ്റ്റിൽ ശബരിമലയെ ഉൾപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്നും കേരള സർക്കാർ പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും കേരള സർക്കാർ അയ്യപ്പാഗോള സംഗമം എന്നുള്ള ഒരു സംഘാടനം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ ന്യായീകരിക്കുന്നത്.